നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഒരു പുതിയ അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിനകത്ത് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം നിലവിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ അക്കൗണ്ടിലോട്ടാണ് നമ്മൾ എത്തുക. അപ്പോൾ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പ്രൊഫൈലിൽ ഈ താഴെ റൈറ്റ് സൈഡിലുള്ള ഏരിയയിലൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മുകളിലുള്ള ആ ഒരു എയറോ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലെത്താം. അപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ യൂസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട്സ് ഒക്കെ കാണാം. അതിന് ഏറ്റവും താഴെയായിട്ട് ഏഡ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് സെക്കൻഡ് ഓപ്ഷനായിട്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളൊരു ഏരിയ കാണാനായിട്ട് കഴിയും. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ യൂസർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഏരിയ വന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു യൂസർ നെയിം നമ്മളിവിടെ കൃത്യമായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു യൂസർ നെയിം നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക. ചില യൂസർ നെയിംസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിന് താഴെയായിട്ട് അവർ കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള യൂസർ നെയിം കാണിച്ചു തരും. അതിലേതെങ്കിലും ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഏരിയയിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ നിങ്ങൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന സാധനമാണ് ഈ പാസ്വേഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കംപ്ലീറ്റ് സൈനപ്പ് എന്നുള്ളൊരു ഏരിയ കാണാം. ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാപ്പ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ കൃത്യമായിട്ട് ഇത്തരത്തിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ വന്നതായിട്ട് കാണാം. നമ്മുടെ കോണ്ടാക്റ്റിനെ ആക്സസ് ചെയ്യണോ എന്നുള്ള നിലക്കൊക്കെയാണ്. അത് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യേണ്ട ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഏഡ് പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് ചൂസ് ഫ്രം ലൈബ്രറി എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനിവിടെ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ താഴെയുള്ള സ്കിപ്പ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പം ജസ്റ്റ് ഇവിടെ ഒരു 5 ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് 5 ആൾക്കാരെ നമ്മുടെ അറിയുന്ന 5 ആൾക്കാരെ ജസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് സജഷൻസ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അതും ഇല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് പിന്നെ ഇവിടെ ഇത്തരത്തിൽ വന്ന നോട്ടിഫിക്കേഷൻ വീണ്ടും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആവുന്നത് കാണാം. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ കാര്യം ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.